നമസ്കാരമുണ്ട്. ജിബിനാണ്. ഞാൻ ഈ വീഡിയോ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് ഗാങ്ടോക്കിലേക്കുള്ള യാത്ര. കേരളത്തിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ട് തിരിച്ചു വന്ന യാത്ര. അതിന് തൊട്ട് മുന്നാണ് നമ്മുടെ ബാലാർസോർ പിന്നെ ട്രെയിൻ അപകടവും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ യാത്രയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇത് വിവേക് എക്സ്പ്രസ്സിൽ 22-503 എന്നുള്ള വിവേക് എക്സ്പ്രസ്സിലാണ് ഈ യാത്ര നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ അപകടം കഴിഞ്ഞ് ഒരാഴ്ച മറ്റും ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൽക്കട്ട ടച്ച് ചെയ്യാതെയാണ് നമ്മൾ നേരെ സിലിഗുഡിയിലേക്ക് എത്തുന്നത്. അതായത് തമിഴ്നാട്, ആന്ധ്ര, ഒറീസ കഴിഞ്ഞ് പിന്നെ ബംഗാളിലേക്ക് കയറി, ബംഗാളിൽ നിന്ന് ബീഹാറിൽ കയറി അങ്ങനെ പോകുന്നത്. അത് കണ്ടോ, ഇതാണ് ആ ആക്സിഡൻറ്റിൽ സംഭവിച്ച ബോഗികളുടെ കുറേ ഭാഗങ്ങൾ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം യാത്ര വരുന്നത് ബർദ്വാൻ വഴി മാൽദ വഴി ആണ് നമ്മൾ ജയ്പാൽഗുഡിയിൽ വരുന്നത്. അവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററിലാണ് സിലിഗുഡി ബസ് സ്റ്റാൻഡ് ഉള്ളത്. നമ്മൾ സിലിഗുഡി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് പിന്നെ ഗാങ്ടോക്കിലേക്കും അതുപോലെ തന്നെ ആ റൂട്ടിൽ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പിന്നെ സിലിഗുഡിയിൽ നിന്ന് തിരിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഭൂട്ടാനിലേക്ക് പോവാം. അങ്ങനെ അതാണ് യാത്ര. അതേ കണ്ടത് ബാലാസോർ എന്ന് കറക്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. ബാലാസോർ ഇത് ശരിക്കും പറഞ്ഞാൽ ബാലാസോർ എത്തുന്നതിന് തൊട്ട് മുന്നാണ് ഈ ആക്സിഡൻറ്റ് നടന്നത്. അപ്പം ബാലാസോറാണ് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കാണുന്നതാണ് സിലിഗുഡി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുന്നത്. ബസ് മാത്രമല്ലാതെ നമുക്ക് ടാക്സിയിലും പോകാം. പക്ഷേ അതൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആയതുകൊണ്ട് ഞങ്ങൾ പ്രിഫർ ചെയ്തത് പിന്നെ ബസ്സാണ്. സിക്കിമിൻ്റെ തന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടായിട്ടുള്ള ബസ്സാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിലിഗുഡി ബസ് സ്റ്റാൻഡ്. ഞാൻ ഇതിനു മുന്നേ സിലിഗുഡി ത്രൂ നമ്മുടെ ഡാർജിലിംഗ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അതും ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഈ നോർത്ത് ഈസ്റ്റിലേക്കുള്ള, പ്രത്യേകിച്ച് നേപ്പാൾ, പിന്നെ ഭൂട്ടാൻ, അതുപോലെ സിക്കിം ഇതിലേക്കുള്ള കവാടം ഈ സിലിഗുഡി എന്നുള്ള ഈ ബസ് സ്റ്റാൻഡാണ് മെയിനായിട്ട്. ഇതിപ്പോൾ കല്ലിംഗ്പോങ് എന്ന് പറഞ്ഞ സാധനം. കല്ലിംഗ്പോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ബംഗാളിലാണ്. പിന്നെ ഡാർജിലിങ്ങിന് തൊട്ട് മുന്നാണ് ഈ കല്ലിംഗ്പോങ്. അതുപോലെ സിക്കിമിൽ കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നാംചി, അതുപോലെ നോർത്തേൺ സിക്കിം. ഞങ്ങൾ ഈ പ്രാവശ്യ ട്രിപ്പിൽ നോർത്തേൺ സിക്കിം കവർ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് സിക്കിം പോയി. അത് നമ്മൾ വേറൊരു പർപ്പസുമായി ബന്ധപ്പെട്ട് പോയതല്ല, ടൂറായിട്ട് പോയതല്ല. എന്നിരുന്നാലും നമ്മൾ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കാം എന്ന് കരുതി എടുത്തതാണ്. റോഡൊക്കെ ഭയങ്കര ഹൈ റേഞ്ചാണ്. ലൈക്ക് നമ്മുടെ ഒരു മൂന്നാർ ആ ഒരു രീതിയിലാണ്. അതുപോലെ കയറി വരുമ്പോൾ നമുക്ക് 2-3 സ്റ്റോപ്പ് അവർ നിർത്തിത്തരും. ഒന്ന് സിക്കിമിലേക്കുള്ള എൻട്രൻസിലൊരു സ്റ്റോപ്പ്. അതുപോലെ സിക്കിം ഒരു ഡ്രൈ ലാൻഡ് അല്ല കേട്ടോ. അവിടെയൊക്കെ എല്ലാ തട്ടുകട പോലെയുള്ള സ്ഥലങ്ങളിലും നമുക്ക് ലിക്കർ അവൈലബിൾ ആണ്. അപ്പം സിക്കിം ശരിക്കും എൻജോയ് ചെയ്യാൻ ഉദ്ദേശിച്ച് പോകേണ്ട ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അതുപോലെ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് മേഘാലയയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മേഘങ്ങളൊക്കെ നമ്മുടെ താഴെ നിൽക്കുന്ന ഒരവസ്ഥ. ഈ കാണുന്നതാണ് സിക്കിം ബസ് സ്റ്റാൻഡ്. നമ്മൾ ഈ ട്രാവലിൻ്റെ ഇതൊന്നും നമ്മളധികം കാണിച്ചില്ല. സിക്കിം ബസ് സ്റ്റാൻഡിൽ നിന്ന് നാട്ടിലേക്ക് വരേണ്ട കാര്യങ്ങളെന്ന് ഞങ്ങൾ ചോദിച്ചറിഞ്ഞപ്പം ഇവിടുന്ന് നാട്ടിലേക്ക് ഒരു 3 മണി വരെ ലാസ്റ്റ് ബസ്സുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സിക്കിമിലെ MG മാർക്കറ്റ്, മഹാത്മാഗാന്ധി മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. രാത്രിയിലാണ് ഈ മാർക്കറ്റ് കൂടുതലായി സജീവമാകുന്നത്. ഇതിൽ നമുക്കൊരു നൈറ്റ് ലൈഫ് എന്നുള്ള രീതിയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിളാണ്. ഇതിപ്പോൾ ഗാന്ധി പ്രതിമ, ഇവിടുന്ന് ഈ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ സിക്കിം എന്ന് പറയുമ്പോൾ ഒരു ഹിൽ സ്റ്റേഷനാണല്ലോ. അപ്പോൾ നീണ്ടു നിവർന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു സ്ട്രക്ചറിലാണ് അവിടെ കിടക്കുന്നത്. ഹൈറ്റ് ഉണ്ട്, ചിലത് പീക്കിലാണ്, ചിലത് ഡൗൺ ആണ്. അങ്ങനെയാണെങ്കിലും ഈ മാർക്കറ്റ് ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഷോറൂംസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബ്രാൻഡുകളുടെ ഷോറൂംസ് കാണാൻ പറ്റും. ലോക്കൽ മാർക്കറ്റ് ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു വലിയ ബിൽഡിംഗ് തന്നെ, ലോക്കൽ തന്നെ ആയിട്ടുള്ളൊരു മാർക്കറ്റ്. നമുക്ക് അവിടുത്തെ ലോക്കലായിട്ടുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ സിക്കിമിൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ കാല ഇലാച്ചി എന്ന് പറയുമ്പം ഏലം, സിക്കിമുകാരുടെ ഒരു ഏലമുണ്ട്. നമ്മളിവിടെ ഒരു ഗ്രീൻ നിഷായിട്ടുള്ള കളറുള്ള ഏലമല്ല, കറുത്ത കളറിലുള്ള ഒരു ഏലം വരുന്നുണ്ട്. അതൊക്കെ സിക്കിമിൽ അവൈലബിളാണ്. അതൊക്കെ നമ്മളവിടെ പോയി കണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
കണ്ട ഇവരുടെ ഒരു പ്രത്യേകത എപ്പോഴും ഡ്രാഗൺ ബേസ് ചെയ്തിട്ടുള്ള അവരൊരു ചൈനീസ് ഒരു ട്രഡീഷൻ അതേപോലെ ടിബറ്റൻ ട്രഡീഷൻ ബേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഡ്രാഗനുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ബാറ്റയുടെ ഷോറൂം കാണാൻ കഴിയും. പിന്നെ സിക്കിമിൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ തന്നെ ഒരു ലോക്കൽ പാണ്ട, അത് ഇവിടെ തന്നെ റെഡ് പാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അത് സിക്കിമിൻ്റെ ഒരു പിന്നെ സംസ്ഥാന മൃഗവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഈ മാർക്കറ്റിൽ സിക്കിമിൻ്റെ ഒരു കൾച്ചറിനെ പറ്റി നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഞങ്ങൾ നൈറ്റ് ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് സിക്കിമിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത്. ഞങ്ങൾ ഈ യാത്രയിൽ നമ്മൾ കണ്ടു തീർത്ത സ്ഥലങ്ങളെല്ലാം മഹാത്മാഗാന്ധി, പിന്നെ ഈ ഒരു സ്ട്രീറ്റ്, പിന്നെ ബാങ് ജാഗരി എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ്, അത് കഴിഞ്ഞാൽ പിന്നെ താക്ഷി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ്, അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഗണേഷ് ടോക്ക്. ഗണേഷ് ടോക്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഡ്രൈവർ പറ്റിക്കാൻ നോക്കി. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹനുമാൻ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഹനുമാൻ ടോക്കിലേക്കും കൂടി നമ്മൾ ആ സിക്കിം ഗാങ്ടോക്കിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം പിന്നെ നോർത്ത് സിക്കിമിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു യാത്ര തന്നെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകാൻ നിന്നില്ല. അതുപോലെ ഇപ്പോൾ കാണുന്നത് അവിടുത്തെ നമ്മൾ പറയില്ലേ സുവനീർ ഷോപ്പാണ്. അതിൽ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ മെറ്റൽസ് കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്, സിൽവറുണ്ട്, അതുപോലെ പിന്നെ ബ്രോൺസ്, ഇതിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്ന പ്രയർ വീല് നല്ല പൈസയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളതൊന്നും മേടിക്കാൻ നിന്നില്ല. ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പ് നടത്തിയിട്ട് നമ്മളവിടുന്ന് ആ MG മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ ഒരു സുവനീർ മോഡൽ മേടിക്കാൻ നിന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മളവിടെ ഒന്ന് കണ്ട് വിൻഡോ ഷോപ്പിംഗ് പോലെ നടത്തി തിരിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ അന്നത്തെ ദിവസം മൊത്തം നമ്മളിതുപോലെ രാത്രി കറങ്ങി അത് കഴിഞ്ഞ് ഒരു ചെറിയത് കണ്ട ഗാങ്ടോക്ക്, ഐ ലവ് ഗാങ്ടോക്ക് എന്നൊക്കെ, അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും. അതുപോലെ ഈവൻ ചെറിയ സിറ്റികളിൽ പോലും ഐ ലവ് ദാറ്റ് സിറ്റി എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള യാത്ര എവിടേക്കാണെന്നുള്ളത് പ്ലാൻ ചെയ്തു. അപ്പോൾ അവിടെ ഒരു ലോക്കൽ ടൂറുകളുടെ ഒരു പാക്കേജ് കൊടുക്കുന്ന ഒരു ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു കട. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവിടുന്ന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് പിറ്റത്തെ ദിവസം അതൊരു ലോക്കൽ ഒരു സുമ പോലത്തെ വണ്ടിയായിരുന്നു നമ്മൾ കൊണ്ടുപോകാനായിട്ട് വന്നിരുന്നത്. അതിൻ്റെ പൈസയൊക്കെ ബാർഗെയിൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പിന്നെ ആ ട്രിപ്പിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ നീങ്ങിയിട്ടുള്ളത്. കണ്ട അവിടുത്തെ അവരുടെ സ്ക്രിപ്റ്റൊക്കെ കണ്ടില്ലേ, അതൊരു ലൈക്ക് നമ്മുടെ ഒരു സംസ്കൃതം അതുപോലത്തെ ഒരു, പിന്നെ ഈ ബുദ്ധന്മാരുടെയൊക്കെ പോലത്തെ ഒരു, എന്തായാലും കൊള്ളായിരുന്നു ഈ ഗാങ്ടോക്ക് എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് കവർ ചെയ്യാൻ പോയത് പിന്നെ ബാൻജാഗരി എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾസിലേക്കാണ് ആദ്യമായിട്ട് അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അവർ പെർ ഹെഡ് ഒരാൾക്ക് 500 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്കത് അത്ര ഒരു ടാസ്ക്കായി തോന്നിയില്ല ആ പൈസ. പക്ഷെ അവർ ടാറ്റ സുമയിലൊക്കെ പോകുമ്പം ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഒരു 4 പേർക്ക് കയറാവുന്ന രീതിയിൽ പോകുമായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്, ഒരു ചെറിയ വണ്ടി എടുത്ത്. ഈ ടാറ്റ സുമോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ കുത്തി നിറച്ചിട്ട് അത് അവരും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് മുതലാവണമല്ലോ. പിന്നെ അവർ പറ്റിക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് അവർ ഒരു റൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഒരു ഹനുമാൻ ടോക്ക് എന്ന് പറഞ്ഞ സാധനം അവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പം അതുകൂടെ നമ്മൾ ചോദിച്ചറിഞ്ഞ് മാക്സിമം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് മാത്രം അവർക്ക് കൈ കൊടുത്താൽ മതി. പിന്നെ യാത്രയിലുടനീളം വഴികളൊക്കെ അത്ര ഒരു സ്മൂത്തായിട്ടുള്ള വഴി എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ഒരു ഹൈ റേഞ്ചിൽ പോകുമ്പോൾ അതിനേക്കാളും കുറച്ച് ഇടുങ്ങിയ വഴികളാണ് അവിടുത്തെ വഴികളെല്ലാം. അപ്പോൾ അതുകൂടെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് വേണം. അത്ര കംഫർട്ടായിരിക്കില്ല ഒരിക്കലും നമ്മുടെ യാത്ര, കാരണം യാത്രകൾ ഒരിക്കലും കംഫർട്ടായാൽ പിന്നെ യാത്രയുടെ ആ ത്രില്ല് പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. നമ്മുടെ ഈ യാത്ര പോകുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാവുന്ന ഈ വഴികളൊക്കെയാണ്. ഈ വോമിറ്റിംഗ് ടെൻഡൻസിയുള്ള ആൾക്കാരെല്ലാം അതിനുള്ള ഒരു മരുന്നെല്ലാം എടുത്ത് പോകുന്നത് നന്നായിരിക്കും.
സാറിനെ കാണുന്നതിനെ കുറിച്ച് പറയാം. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഫേമസ് ആയിട്ടുള്ള അടുത്തൊരു ഗണേഷ് ടോക്ക്. ഈ കാണുന്ന ഭാഗങ്ങളാണ് ഗണേഷ് ടോക്കിലേക്കുള്ള യാത്രയാണ്. ഗണേഷ് ടോക്ക് എന്ന് പറയുമ്പോൾ ഈ ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ പറയില്ലേ ഉയരം അല്ലെങ്കിൽ കുന്ന് എന്നെല്ലാം പറയില്ലേ, അതാണ് ടോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗണേഷ് ടെമ്പിൾ കഴിഞ്ഞ് ഹനുമാൻ ടോക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹനുമാൻ ടോക്കിലേക്കുള്ള യാത്രയാണ് അവർ നമ്മൾ ഒഴിവാക്കി തന്നത്. കാരണം ഇതെല്ലാം ആർമിയുടെ ഒരു പിന്നെ അതുപോലെ തന്നെ സിക്കിമിലെത്തിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധ പക്കോട നമ്മൾ കാണാതെ പോയാൽ അതൊരു വളരെ നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആ വരുന്ന വഴിയിൽ തന്നെ ഒരു പിന്നെ ബുദ്ധ ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ അഡൾട്ട്സിന് പൈസയുണ്ട്, പിന്നെ കുട്ടികൾക്ക് പൈസയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കയറി കാണാമെന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു. അതൊരു വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീലായത്. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എൻ്റെ സാങ്കേതിക പരിജ്ഞാനവും അതുപോലെ എങ്ങനെ വീഡിയോ എടുക്കണം, പിന്നെ എന്ത് ഉപയോഗിക്കേണ്ട ഗാഡ്ജറ്റിനെ പറ്റിയൊക്കെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ശബ്ദത്തിലായാലും അതിൻ്റെ ക്ലാരിറ്റിയിലായാലും എനിക്കത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്നിരുന്നാലും ഫസ്റ്റ്
ഒരു വീഡിയോ ആയതുകൊണ്ടും പിന്നെ അതിങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഇടുന്നത്. എനിക്കറിയാം ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നിരുന്നാലും ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടും പിന്നെ ഇടാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇത്രയും നല്ലൊരു സ്ഥലം നിങ്ങൾ ആർക്കെങ്കിലും നമ്മൾ വഴി പ്രചോദനമായിട്ട് ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ അത് പോകണത് നല്ലതാണ്. കാരണം നമ്മൾ മലയാളികൾ സിക്കിമിലേക്കുള്ള യാത്ര അധികം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള 2-3 സ്ഥലങ്ങളാണ്. ഒന്ന് അരുണാചൽ, അതുപോലെ തന്നെ ഞാൻ പോയിട്ടുണ്ട് പലപ്പോഴും, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈറ്റാനഗറും ടവാങ്ങും എല്ലാം പോയിട്ടുള്ളതാണ്. ഒക്കെ ഇതേ ഒരു അറ്റ്മോസ്ഫിയർ, ഇതുപോലത്തെ ഒരു ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം സാധിക്കുമെങ്കിൽ അടുത്തത് നാഗാലാൻഡ് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് പോകണമെന്നാണ് ആഗ്രഹം. ഇനി ബാക്കിയുള്ള വീഡിയോ ഭാഗങ്ങളെല്ലാം നമുക്ക് കണ്ടുവരാവുന്നതാണ്. അതുപോലത്തെ ഒരു ക്ലൈമറ്റ് നമുക്ക് പങ്കെടുക്കാത്തൊരു ക്ലൈമറ്റാണ്. പോകാൻ നേരം ഞാൻ അവിടെ ലോക്കൽ ബസാറിലേക്ക് ഒന്നൊരു യാത്ര നടത്തി. കണ്ടില്ലേ ആ യാത്രയുടെ നമ്മൾ പറയില്ലേ ഫുട്പാത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ ഇതെല്ലാം ഒരു ഹൈ റേഞ്ച് രീതിയിലായതുകൊണ്ട് ഇങ്ങോട്ടേക്കൊക്കെ പാലങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലായിടത്തും വളരെ മനോഹരമായിട്ട് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അവരുടെ ക്ലീനിനെസ് നമ്മൾ സമ്മതിക്കാതെ വയ്യ. കാരണം അവിടെ വളരെ വൃത്തിയിലാണ് അവർ സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലത്തെ ജനങ്ങൾക്കാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ അവർ നമ്പർ 1 ആണ്. അത് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നൈറ്റ് ലൈഫും അവിടെ പബ്ബുകളും കാര്യങ്ങളെല്ലാം സജീവം തന്നെയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഫീല് നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടുന്ന് ഞാൻ ലോക്കൽ മാർക്കറ്റിലേക്ക് പോയി. നിർഭാഗ്യവശാൽ എനിക്ക് അതിൻ്റെ വീഡിയോസ് എൻ്റെ ഫോണിൽ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ഇപ്പോൾ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് ഇവിടുത്തെ ലോക്കൽ ബസ്സെല്ലാം കിട്ടുന്നതാണ്. ഇവിടുന്നാണ് ബാക്കിയുള്ള എല്ലാ ഏരിയയിലേക്കും ഗാങ്ടോക്കിൽ നിന്ന് ബാക്കിയുള്ള ഏരിയകളിലേക്ക് നോർത്തേൺ ഗാങ്ടോക്കിലേക്കും ഒക്കെ ഞങ്ങളാ പോയ സമയത്ത് ഭയങ്കര മഞ്ഞ് വീഴ്ചയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ട്രിപ്പ് ഞങ്ങൾ അവിടേക്കും കൂടി എടുത്തേനെ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കവിടെ മഞ്ഞ് അധികം പെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ കുടുങ്ങിപ്പോവും. തിരിച്ചിറങ്ങി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ആ യാത്ര സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന ടാക്സികളെല്ലാം അതുമായി ബന്ധപ്പെട്ട് എവിടേക്കാണ് പോകേണ്ടത്. അതുപോലെ ഇപ്പോൾ കാണുന്ന ബിൽഡിംഗ് അവിടുത്തെ പോലീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു യാത്ര. ഇതിലൂടെ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. പക്ഷേ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. സിക്കിമിൻ്റെ സ്റ്റോറി അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത ഏതെങ്കിലും ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്കുള്ള യാത്രയിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.